നാളെ എന്തോ ഡ്രസ് ഇടാം, ആ പാന്റും ആ ടീഷർട്ടും ഇടാം. എന്തിനും പോയി തള്ള. ഞാൻ പോവേണം, നിനക്ക് വിഷമൊന്നുമില്ലല്ലോ? ഞാൻ ആനന്ദിക്കണം. എന്നൊരു പാട്ട് ആനന്ദം ആനന്ദാനന്ദം അങ്ങനെ ഒരു പാട്ടില്ലേ? ആനന്ദി ദും 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 ഇതാളം മഴ പെയ്ക്കും നീ ആനന്ദിച്ച്. ഇപ്രാവശ്യം ട്രിപ്പ് എന്ന് വെച്ചാൽ ഒരാളോട് കൂടെ ഉണ്ടായതുകൊണ്ട് ഭയങ്കര എൻജോയ് ചെയ്ത യാത്ര. പിന്നെ നമ്മള് 3-4 മലയാളികൾ ഒരുമിച്ച്, കാരണം അങ്ങനൊന്നും പോകുന്നതല്ല. ഇപ്രാവശ്യം മലയാളിനും ഞാനും ഒക്കെ ഒരുമിച്ച് പോയപ്പോൾ നമുക്കൊരു വൈബാണ്. നമ്മൾ ഒരുമിച്ച് രണ്ടുപേരുണ്ടെങ്കിൽ അത് നല്ല അടുത്ത ബന്ധമുള്ളവര്, മാനസികമായിട്ട് അടുപ്പം ബന്ധമുള്ളവരുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും, യാത്ര ഭയങ്കര രസമായിരിക്കും. പിന്നെ ഇപ്രാവശ്യം സാധാരണ പോകുന്നതിനേക്കാളും കൂടുതൽ കാര്യങ്ങളൊക്കെ, ഇപ്പൊ പഞ്ചറ്, സെൻസർ പ്രോബ്ലം, നമ്മുടെ വണ്ടിയിൽ ഡീസൽ മോഷണം പോയത്, അതെന്ന് വെച്ചാല് നമ്മളെ കാണല് എത്ര ശ്രദ്ധിച്ചാലും ഇതൊക്കെ സംഭവിക്കുന്നുള്ളതിന്റെ ഒരു ദൃഷ്ടാന്തം. നമുക്കറിയാം ഇതിന് സാധ്യതയുണ്ട്. ഞാൻ ആ ടോൾ പ്ലാസയിലെ വണ്ടി നിർത്തിയെങ്കിൽ ഇച്ചിരി മുന്നോട്ട് വണ്ടി കയറ്റിയിട്ട് അപ്പോഴും മനസ്സിൽ പോകും. എന്റെ മനസ്സിൽ ഇത് വന്നത് വെച്ചാൽ കള്ളന്മാർ വരത്തിലായിരിക്കും വിചാരിച്ചിട്ട് അത് അല്ല പ്രശ്നമാണ്. നമ്മളാ അവിടുന്ന് ഇച്ചിരി അതായത് നമ്മളതിന്റെ അടുത്ത വെട്ടത്തിനടുത്ത് അത്ര പ്രശ്നം പറഞ്ഞായിരുന്നു. ഇച്ചിരി മുന്നോട്ട് കയറ്റി വണ്ടി ഇട്ടിട്ട് രാത്രി ഏതോ വണ്ടി ആ സൈഡിൽ വന്ന് പാർക്ക് ചെയ്തു. അതിന്റെ ഇടയ്ക്ക് ഇവര് കയറിയിട്ട് ചെയ്തിട്ട് പോയത്. അല്ലാതെ റോഡ് സൈഡിൽ വെച്ച് അങ്ങനെ ചെയ്യാൻ ചാൻസ് കുറവാണ്. അതാണ് പറ്റിപ്പോയത്. അതിപ്പോ രാവിലെ താക്കോല് ഓണാക്കി ഞാൻ എഴുന്നേറ്റ് താക്കോല് ഫസ്റ്റ് ചെയ്ത് നമ്മൾ വണ്ടി എഴുന്നേറ്റ് ഉടനെ തന്നെ താക്കോല് വണ്ടി ഓണാക്കും. ഓണാക്കി സെൻസറെല്ലാം ഓണായി വന്നിട്ട് നോക്കുമ്പോൾ ഡീസൽ ടാങ്കിന് ഇത് വർക്ക് ആവുന്നില്ല. അപ്പൊ ഞാനത് വിചാരിച്ചു ഡീസൽ ടാങ്കിന് സെൻസറല്ല കമ്പനി. ഫസ്റ്റ് പെട്ടെന്ന് ചാടി ഇറങ്ങിയിട്ട് നോക്കി ആദ്യം നോക്കിയത് ലോക്ക് തുറന്നപ്പോ ഒരു കമ്പി ചെറിയൊരു കെട്ടുകമ്പി വെച്ച് കെട്ടിയിട്ടുണ്ട്. നമുക്കറിയാം എങ്ങനെ ലാസ്റ്റ് ടൈ ചെയ്തേക്കുന്നത്. കറക്റ്റ് ഞാൻ എന്താ എങ്ങനെ ടൈ ചെയ്തത് അതേപോലെ അപ്പൊ തൊട്ടിട്ടില്ല. അതിന് നേരെ ടാങ്കിന് അടി നോക്കി, അടിയിൽ ബോൾട്ട് പോയിട്ടുണ്ട്. അതിലില്ല. അപ്പൊ പെട്ടെന്ന് അണ്ണനെ വിളിച്ചു, അണ്ണ ഇതെന്തോ പ്രശ്നം, താക്കോ കുരിയപ്പോ ഡീസൽ കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്റെ ഇതിൽ കിട്ടുന്നില്ല. ടോർച്ച് അടിച്ചിട്ട് ഡീസൽ കിടപ്പുണ്ട്, എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാകുന്നത്. അത് ഏറ്റവും അടി കിടക്കുന്ന ഡീസൽ ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ അണ്ണമ്മ നോക്കിയപ്പോ ഏറ്റവും മേൽവശത്തെ സെൻസർ ഊരി വെച്ചേക്കുന്നു. എനിക്ക് നമ്മൾക്ക് ഒരു എന്താ നമ്മൾ ഇച്ചിരൂടെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. നമ്മള് 17 മണിക്കൂർ വണ്ടി തളർന്നു വന്ന് കിടക്കുന്നതാണ്. നമ്മൾ കിടന്ന ഉറങ്ങി കഴിഞ്ഞാൽ അറിയില്ല, കാരണം അതുപോലെ ക്ഷീണിച്ചായിരിക്കും വന്ന് കിടക്കുന്നത്. എന്തായാലും പോയി യാത്ര ചെയ്ത് എനിക്ക് എത്ര ക്ഷീണം ഉണ്ടെന്ന് അറിയാം. അപ്പൊ ഡ്രൈവ് ചെയ്ത് വന്ന നിനക്ക് എത്ര ക്ഷീണം ഉണ്ടെന്ന് എനിക്കറിയാം. കഴിഞ്ഞ 1 മാസത്തിൽ കൂടെയുള്ള യാത്രയില് ഇതായിരുന്നു എൻ്റെ വീട്, ഇതായിരുന്നു എൻ്റെ ബെഡ്. ഞാൻ ഇവിടെ കിടക്കും, അളി ഇവിടെ കിടക്കും. പിന്നെ ചില ദിവസങ്ങൾ അളി ഇവിടെ കിടക്കും, ഞാൻ ഇവിടെ കിടക്കും. അങ്ങനെയൊക്കെ മാറി തിരിഞ്ഞൊക്കെ തന്നെയാണ് കിടന്നുറങ്ങി പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഈ ബെഡ് ഞാൻ വന്നതുകൊണ്ട്, ഇങ്ങനെ ഒരു ബെഡ് ഈ വണ്ടിയിൽ ഇല്ലായിരുന്നു. ഞാൻ വന്നതുകൊണ്ട് വേറെ ഒരു പഴയ വണ്ടിയിൽ നിന്ന് ഒരു ബെഡ് എടുത്ത് ഇതിൽ സെറ്റ് ചെയ്തു.